Hi students, today we will discuss conditional expression and logical expressions. Actually it's a continuation of last classes. So first we can consider conditional expressions. Consider please ഇവിടെ നോക്കി നിങ്ങൾ ഫസ്റ്റ് നിങ്ങളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തേ. If A not equal to B, then the value of C is equal to D. Else value of C is equal to E. So here the value of C is assigned one of two values. Either it may be D or E. അല്ല, രണ്ട് പോസിബിലിറ്റി അല്ല. If A not equal to B ആണെങ്കിൽ the value of C is equal to D. Otherwise C equal to E. അല്ല, ഇത് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻ പൈത്തൺ there is an alternative to this if else statement. അപ്പോൾ ഈ ഒരു if else സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദർ ഈസ് കണ്ടീഷണൽ എക്സ്പ്രഷൻ. അതാണ് നമ്മൾ കണ്ടീഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ദി സെയിം സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ഡിഫറെൻറ്റ് മെത്തേഡ് ഓ അനദർ മെത്തേഡ്. ദർ ഈസ് കണ്ടീഷണൽ എക്സ്പ്രഷൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് നോക്കി, ഇവിടെ എക്സ്പ്രസ് ചെയ്താണ്ടില്ലെങ്കിൽ C is equal to D if A not equal to B, else E. അപ്പം ഈ ഒരു ഇത്രയും സ്റ്റേറ്റ്മെൻറ്റിന് സെയിം സ്റ്റേറ്റ്മെൻറ്റാണ് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ, ഒരു സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ. സിയുടെ വാല്യൂ എന്താണ്? ഡി ആണ്. എപ്പോഴാണ് ഡി ആവുന്നത്? ഇഫ് എ നോട്ട് ഈക്വൽ ടു ബി, എൽസ് ഇ, എൽസ് ദി വാല്യൂ ഓഫ് സി ഈസ് ഈക്വൽ ടു ഇ ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള റെപ്രസെൻറ്റേഷനാണ് നമ്മൾ കണ്ടീഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സ്പ്രഷൻ 1 ഇഫ് കണ്ടീഷൻ എൽസ് എക്സ്പ്രഷൻ 2. ഇതിൻ്റെ മീനിങ് എന്താ? എക്സ്പ്രഷൻ 1 ആണ് നമ്മൾ നോർമലി ചൂസ് ചെയ്യുന്നത് ഇഫ് കണ്ടീഷൻ 1 ഈസ് ട്രൂ. എൽസ് എക്സ്പ്രഷൻ 2 ഈസ് ടേക്കൻ ആസ് എ expression. Okay, the value of statement. Value of statement ആയിട്ട് നമ്മൾ എക്സ്പ്രഷൻ 2 ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ C is equal to D if A not equal to B. സിയുടെ വാല്യൂ എന്തായിരിക്കും? D ആയിരിക്കും if A not equal to B. Otherwise value of C is equal to E. അപ്പോൾ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടീഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. The value of D is equal to assigned to 50 and E is equal to 75. നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് വേരിയബിളോട് എടുക്കുന്നു, എ ആൻഡ് ബി എന്ന് പറയുന്നത്. എയുടെ വാല്യൂ നമ്മൾ കീബോർഡിനകത്ത് നിന്ന് റീഡ് ചെയ്യുന്നു, സെയിം വേ ബിയുടെ വാല്യൂ കീബോർഡിനകത്ത് നിന്ന് റീഡ് ചെയ്യുന്നു. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ സി ഈസ് ഈക്വൽ ടു ഡി, സിയുടെ വാല്യൂ എന്താണ്? ഡി ആണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, എൽസ് ഇ, എൽസ് അതിൻ്റെ വാല്യൂ എന്താണ്? ഇ ആണ്. പ്രിൻറ്റ് സി. അപ്പം സിയുടെ വാല്യൂ ഡിയോ അല്ലെങ്കിൽ എന്തോ ആയി മാറും? ഇയോ ആയിട്ട് മാറും. അതായത് 75 അല്ലെങ്കിൽ 50 ആയി മാറും. അതെങ്ങനെയായി മാറുന്നത്? ഏത് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്? എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കിയിട്ട്. എ ഗ്രേറ്റർ ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ സിയുടെ വാല്യൂ എന്തായിരിക്കും? ഡി ആയിരിക്കും അല്ലെങ്കിൽ ഇ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. Run the module. Okay, enter the value of A. 75 കൊടുത്തു. Next B 89 കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? എ ആണ് എന്ത്? ലെസ് ദാൻ ആവുന്നത് അല്ലേ? എയുടെ വാല്യൂ ലെസ് ദാൻ ബി ആണ്. എയുടെ വാല്യൂ എന്താണ്? എ 78 ആണ്, ബി എന്താണ്? 89 ആണ്. അപ്പോൾ എയുടെ വാല്യൂ ലെസ് ദാൻ ബി ആണ്. അപ്പം എയുടെ വാല്യൂ ലെസ് ദാൻ ബി ആകുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അപ്പം സിയുടെ വാല്യൂ എന്തായിട്ട് മാറും? ഇ ആയിട്ട് മാറും. ഇയുടെ വാല്യൂ എത്ര? 75 പ്രിൻറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം നമുക്ക്.
സോ വാല്യൂ ഓഫ് സി ഈസ് ഈക്വൽ ടു സി പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക 75 കിട്ടും. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഒരു പ്രാവശ്യം ഇവിടെ റൺ ചെയ്യാൻ നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വാല്യൂ ഓഫ് എ ഈസ് ഈക്വൽ ടു നമുക്കൊരു 100 കൊടുക്കാം, അല്ലെങ്കിൽ 50 കൊടുക്കാം. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ ബിയേക്കാളും കൂടുതലാണ്. എ ഈസ് ഗ്രേറ്റർ ദെൻ ബി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഇത് ട്രൂ ആകുന്ന സമയത്ത് സിയുടെ വാല്യൂ എന്തായിരിക്കും? ഡി ആണ്. ഡിയുടെ വാല്യൂ 50 ആണ്. സോ വിൽ പ്രിൻറ്റ് 50. നോക്കാം നമുക്ക് 50. മനസ്സിലായല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിന് അതേപോലെ തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്? ഈ കണ്ടീഷണൽ എക്സ്പ്രഷൻ. നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടീഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പം ഇഫ് എ നോട്ട് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സി ഈസ് ഈക്വൽ ടു ഡി ഇഫ് എ നോട്ട് ഈക്വൽ ടു ബി, എൽസ് സി ഈസ് ഈക്വൽ ടു ഇ. എൽസ് ഇ എന്ന് മാത്രം കൊടുത്താൽ മതി, സി ഈക്വൽ ടു ഡി എന്ന് കൊടുക്കണ്ട. കാരണം സി ഈക്വൽ ടു തന്നെയാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. സോ ദിസ് ഈസ് അനദർ മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിംഗ് if else statement. That is conditional expressions. Okay, next is logical operators in Python. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ലോജിക്കൽ ഓപ്പറേറ്റർ എന്താണ്. ഇവിടെ നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഹൗ ലോജിക്കൽ ഓപ്പറേറ്റർ ഈസ് അസോസിയേറ്റഡ് വിത്ത് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സിനെ ലോജിക്കൽ ഓപ്പറേറ്റർ തമ്മിൽ എങ്ങനെ കമ്പൈൻ ചെയ്യുന്നത് നോക്കാം. ഇഫ് യു വാണ്ട് ടു കമ്പൈൻ മോർ ദാൻ വൺ conditional operators, we can use logical operators. ഒന്നിൽ കൂടുതൽ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ഒരു ലോജിക്കൽ ഓപ്പറേറ്ററിനെ നെഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് നോട്ട് ഓപ്പറേഷൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോജിക്കൽ നോട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നോക്കാം ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട്. എനിവേ വി ആർ യൂസിങ് 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ പൈത്തൺ. ദാറ്റ് ഈസ് ആൻഡ്, ഓർ and not operations. ഇപ്പോൾ ലോജിക്കൽ ആൻഡിൻ്റെ ഓപ്പറേറ്ററാണ് ആൻഡ് എന്നാണ് നമ്മൾ എഴുതുക. ലോജിക്കൽ ഓറിൻ്റെ ഓപ്പറേറ്റർ സിമ്പിളാണ് ആക്ച്വലി ഓർ എന്ന് പറയുന്നത്. ലോജിക്കൽ നോട്ടിൻ്റെത് നോട്ട് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാമാണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ പൈത്തൺ. വാല്യൂ ട്രൂ ആയിട്ടുള്ള ഒരു കണ്ടീഷണൽ ഓപ്പറേറ്ററിന് ഇറ്റ് മേ ഹാവ് ഐദർ ട്രൂ ഓർ ഫോൾസ്. 2 വാല്യൂസേ ഉള്ളൂ. ഒന്നിക്ക് ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അപ്പം ട്രൂ ആയിട്ടുള്ള ഒരു ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ വാല്യൂ നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? ഫോൾസ് ആയിട്ട് മാറും. അതുപോലെ ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ട്രൂ ആയിട്ട് മാറും. പ്രാക്ടിക്കലി നോക്കാം അതെന്താണെന്ന്, എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ലോജിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്റർ ആൻഡ്. ഇപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റർ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എന്താ ചെയ്യുന്നത്? നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ വാല്യൂ കമ്പൈൻ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 കണ്ടീഷണൽ ഓപ്പറേഷൻസ് ഉണ്ട്. ആ 2 കണ്ടീഷണൽ ഓപ്പറേഷൻസിനും 2 എന്താ ഉണ്ടാവുക? ബൂളിയൻ വാല്യൂസാണ് ഉണ്ടാവുക, അതായത് ട്രൂ ഓർ ഫോൾസ് അല്ലേ. ഇപ്പോൾ 2 ഫോൾസ് വന്നു കഴിഞ്ഞാൽ ആൻഡ് ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ടേ വരുള്ളൂ? ഫോൾസ് ആയിട്ടേ വരുള്ളൂ. 2 ഫോൾസ്, ഒരു ഫോൾസും ട്രൂവും വന്നു കഴിഞ്ഞാലും ഫോൾസാണ് വരിക ഔട്ട്പുട്ട്. ട്രൂവും ഫോൾസും വന്നു കഴിഞ്ഞാലും ഫോൾസാണ് വരിക. 2ഉം ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് എന്തായി മാറുള്ളൂ? ട്രൂ ആയിട്ട് മാറുള്ളൂ. നിങ്ങൾക്ക് ഡിജിറ്റലിനകത്ത് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ആൻഡ് ഗേറ്റിൻ്റെ ട്രൂ ടേബിൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെ. ഇഫ് ബോത്ത് ദി കണ്ടീഷൻസ് ആർ ട്രൂ, then the output will be true, otherwise it gives false statement. അതൊരു ഫോൾസ് ആയിട്ടേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഔട്ട്പുട്ട് തരുള്ളൂ. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ തന്നെ ഔട്ട്പുട്ട് എന്തായി മാറും? ഫോൾസ് ആയിട്ട് മാറും. ലോജിക്കൽ ഓപ്പറേറ്റർ ഓറിൻ്റെ ഔട്ട്പുട്ട് എന്താ നോക്കി? സപ്പോസ് വി ആർ കമ്പൈനിങ് 2 ലോജിക്കൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ, value 1 and value 2, whose values are false and false, it becomes false. False and true ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായി മാറും? ട്രൂ ആയിട്ട് മാറും. ട്രൂ ആൻഡ് ഫോൾസ് ആണെങ്കിൽ അതും ട്രൂ ആയിട്ട് മാറും. ആൻഡ് ട്രൂ ആൻഡ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ട്രൂ ആയിട്ട് മാറും. ദാറ്റ് മീൻസ്
the output of the logical operator O is true, any one of the operator, any one of the value, any of the values become true. ഏതെങ്കിലും ഒരു വാല്യൂ ട്രൂ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായി മാറും? ട്രൂ ആയിട്ട് മാറും. ഇറ്റ്സ് ഔട്ട്പുട്ട് ബിക്കം ഫോൾസ് ഓൺലി വെൻ ബോത്ത് ഇൻപുട്സ് ആർ ഓർ ബോത്ത് വാല്യൂസ് ആർ ഫോൾസ്. രണ്ട് വാല്യൂയും ഫോൾസ് ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ഔട്ട്പുട്ട് ഫോൾസ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെയാണ് പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇഫ് എ ഈക്വൽ ടു ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്തു, ബി ഈക്വൽ ടു എന്ത് ചെയ്തു? വാല്യൂ ഇൻപുട്ട് ചെയ്തു, സി ഈക്വൽ ടു വാല്യൂ ഇൻപുട്ട് ചെയ്തു, 3 വാല്യൂ എടുത്തു. ഇഫ് എ ഗ്രേറ്റർ ദെൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദെൻ സി, അപ്പോൾ ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ, ആൻഡ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന എന്ത്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇഫ് എ ഗ്രേറ്റർ ദെൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദെൻ സി ആണെന്നുണ്ടെങ്കിൽ മാത്രം ഏത് പ്രിൻ്റ് ചെയ്യും? എ പ്രിൻ്റ് ചെയ്യും. എൽ ഇഫ് എ ഗ്രേറ്റർ ദെൻ ബി, ബി ഗ്രേറ്റർ ദെൻ എ ആൻഡ് ബി ഗ്രേറ്റർ ദെൻ സി, ബി ഗ്രേറ്റർ ദെൻ എയും ബി ഗ്രേറ്റർ ദെൻ സിയും ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും? ബി പ്രിൻ്റ് ചെയ്യും. എൽസ് പ്രിൻ്റ് സി. മനസ്സിലായില്ലേ? ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം. ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കുറച്ചും കൂടെ നമുക്ക് പ്രോഗ്രാം വഴി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾ എയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? ഇൻപുട്ട് ചെയ്തു. അതിന് ഇൻഡിജർ വാല്യൂ ആയിട്ട് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തു? എയിലേക്ക് സ്റ്റോർ ചെയ്തു. ആൻഡ് അനദർ വാല്യൂ ബി ഈസ് റെഡ് ഫ്രം കീബോർഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ഇൻഡിജർ വാല്യൂ ആൻഡ് സ്റ്റോർഡ് ഇൻ ടു വേരിയബിൾ ബി. ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇഫ് എ ഗ്രേറ്റർ ദെൻ ബി ആൻഡ് ദ വാല്യൂ ഓഫ് എ ഈസ് ഈക്വൽ ടു 100, ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് പ്രിൻ്റ് ചെയ്യും? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഏത് പ്രിൻ്റ് ചെയ്യുള്ളൂ? ഇത് പ്രിൻ്റ് ചെയ്യുള്ളൂ. എൽസ് എന്ത്? ഐദർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഐദർ വൺ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് പ്രോഗ്രാം. either one statement or both statements are false. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു സാധനം പ്രിൻ്റ് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അതായത് വാല്യൂഡ് എ ഗ്രേറ്റർ ദെൻ ബി ആവുകയും വേണം, എയുടെ വാല്യൂ എന്താവുകയും വേണം? 100 ആവുകയും വേണം. എങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യുള്ളൂ. ഇതില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇവിടെ ആയിരിക്കും പ്രിൻ്റ് ചെയ്യുക. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. എയുടെ വാല്യൂ നമുക്ക് 100 കൊടുക്കാം, ബിയുടെ വാല്യൂ ചെറിയൊരു വാല്യൂ കൊടുക്കാം 75, എന്നേക്കാളും ചെറിയ വാല്യൂ. അപ്പോൾ എങ്ങനെ വരുന്നത് നോക്കാൻ പറ്റും. ഇവിടെ എന്താ നമ്മൾ കൊടുത്തിരിക്കുന്നത്? എ ഗ്രേറ്റർ ദെൻ ബി ആവുകയും വേണം, എയുടെ വാല്യൂ 100 ആവുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യും. നോക്കാം നമുക്ക് പ്രിൻ്റ് ചെയ്യുന്നുണ്ടോ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ അല്ലേ? എ ബിനേക്കാളും ഗ്രേറ്റർ വാല്യൂ ആണ് ആൻഡ് വാല്യൂ ഓഫ് എ ഈക്വൽ ടു 100. അതുകൊണ്ട് ഇത് പ്രിൻ്റ് ചെയ്തു. അല്ലാത്ത കേസിൽ എന്താ? നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. എയുടെ വാല്യൂ 100 തന്നെ കൊടുത്തു, ബിയുടെ വാല്യൂ 200 കൊടുത്തു. അപ്പം എയുടെ വാല്യൂ 100 തന്നെയാണ്, പക്ഷേ ബിയുടെ വാല്യൂ എന്തല്ല? ലെസ് ദെൻ എ അല്ല. അതുകൊണ്ട് അതൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെങ്കിൽ എന്തായിരിക്കും?
ഏതാ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ്? ഇതല്ല പ്രിൻ്റ് ചെയ്യേണ്ടത്, എന്നില്ല ഇതല്ല പ്രിൻ്റ്. എയുടെ വാല്യൂ 100 കൊടുത്തു, ബിയുടെ വാല്യൂ 200 കൊടുത്തു. അപ്പോൾ എ ഗ്രേറ്റർ ദൻ ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ അല്ലാത്തതുകൊണ്ട് ഇത് ഫോൾസ് പ്രിൻ്റ് ചെയ്യുക. ആയത് വൺ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്, അപ്പോൾ എന്തായിരിക്കും? അതിങ്ങനെ പ്രിൻ്റ് ചെയ്യുള്ളൂ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇതായിട്ടുള്ളതോ നമുക്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയിട്ടുള്ള കൊടുത്തേക്കാം. എയുടെ വാല്യൂ 100 ആണ്, അല്ലെങ്കിൽ 75 ആണ്, ബിയുടെ വാല്യൂ 40 കൊടുക്കും. ഇവിടെ എന്താ? എ ഗ്രേറ്റർ ദൻ ബി ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, ബട്ട് എ നോട്ട് ഈക്വൽ ടു എന്താണ്? 100 ആണ്. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അപ്പോൾ എന്തായിരിക്കും? either one of the statement or both statement are false. മനസ്സിലായല്ലേ? ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആവുന്ന കേസ് നോക്കാം നമുക്ക്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആവുന്ന എപ്പോഴാണ്? എ 75 കൊടുത്തു, ബിയുടെ വാല്യൂ 90 കൊടുത്തു. അപ്പോൾ എ ഗ്രേറ്റർ ദൻ ബിയും അല്ല, എ എന്തും അല്ല, 100ഉം അല്ല. സോ either one of the statement or both statements are false. ഇതാണ് എന്ത് ആക്ച്വലി ആൻഡ് യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്നിൽ കൂടുതൽ ആൻഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഫ്രം ബി ഈക്വൽ ടു, അല്ലെങ്കിൽ ബി നോട്ട് ഈക്വൽ ടു 200 ഇത് കൊടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ എ 100 ആവുകയും വേണം, ബി 200 ആവാനും പാടില്ല. അപ്പോൾ മൂന്ന് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുള്ളൂ? പ്രിൻ്റ് ചെയ്യുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യുള്ളൂ. മൂന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആവുമോ, രണ്ടെണ്ണം ഫോൾസ് ആവുമോ, മൂന്നും ഫോൾസ് ആവുമോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യും. മനസ്സിലായോ? ഇനി ഓറിൻ്റെ ഇത് നോക്കാം നമുക്ക്. ഞാൻ ഓറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? അതായത് വൺ സ്റ്റേറ്റ്മെൻറ്റ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എന്താണ്? ഫോൾസ് ആകുമ്പോഴാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റോ ട്രൂ ആകുമ്പോൾ ഇതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും. മനസ്സിലായില്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റ് എ ഗ്രേറ്റർ ദൻ ബി ആവുമോ, എയുടെ വാല്യൂ 100 ആവുമോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് പ്രിൻ്റ് ചെയ്യും? either one statement or both statements are true എന്ന് പറഞ്ഞിട്ട് വരും. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യുള്ളൂ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഒന്നും കാണുന്നില്ല. എ 100 ആണ്, ബി എന്ത് കൊടുക്കണം? ലെസ് ദാൻ വാല്യൂ കൊടുക്കണം, 78. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. either one statement or both statement are true. നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആകട്ടെ. എയുടെ വാല്യൂ 89, ബിയുടെ വാല്യൂ
60. എ ഗ്രേറ്റർ ദൻ ബി ആയി. പക്ഷേ എ എന്തല്ല, 100 അല്ല. എന്നാലും എന്ത് തന്നെ പ്രിൻ്റ് ചെയ്യും, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പ്രിൻ്റ് ചെയ്യും. either one statement or both statement are true. മനസ്സിലായില്ലേ? ഇപ്പോഴും എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രൂ. ഇനി ഇവിടെ നിന്ന് മറ്റേ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാൻ പോകും. എയുടെ വാല്യൂ രണ്ടാമത്തെ രണ്ട് നോക്കാം. എയുടെ വാല്യൂ 100, ബട്ട് എയുടെ വാല്യൂ എന്തല്ല, ഗ്രേറ്റർ ദാൻ അല്ല, 200 കൊടുത്തോളൂ. either one statement or both statement are true. അപ്പോൾ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. പക്ഷേ എ ഈക്വൽ ടു ബി എന്ന് അല്ല, എ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എന്ത് ചെയ്ത് പ്രിൻ്റ് ചെയ്തു. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് ആവുകയാണെങ്കിൽ മാത്രമേ എന്ത് പ്രിൻ്റ് ചെയ്യുള്ളൂ, എൽസ് സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് പോകുള്ളൂ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇതാക്കി നോക്കാം നമുക്ക്. എയുടെ വാല്യൂ 99, ബിയുടെ വാല്യൂ 122. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താ ഫോൾസ് ആണ്. എ ഗ്രേറ്റർ ദാൻ ബി അല്ല, എയുടെ വാല്യൂ 100 അല്ല. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ്. സോ ദിസ് ഈസ് ദി യൂസ് ഓഫ് ഓർ ലോജിക്കൽ ഓപ്പറേറ്റർ. ഇത് നെഗറ്റ് ചെയ്ത് നോക്കണം. നോട്ട് ഇവിടെ എന്താ, എ ഗ്രേറ്റർ ദാൻ ബി എന്താ ശരിക്കും, എ ഗ്രേറ്റർ ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടേക്കാണ് പ്രിൻ്റ് ചെയ്യുക, എൽസിനകത്തേക്കാണ് പ്രിൻ്റ് ചെയ്യുക. ആക്ച്വലി എ നമുക്കിവിടെ ഇവിടെ ആക്ച്വലി എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഇവിടെ പ്രിൻ്റ് ചെയ്യണം. എ ലെസ് ദാൻ ബി ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഏതാ പ്രിൻ്റ് ചെയ്ത് നോക്കാം. സോ ഇതൊക്കെ എയുടെ വാല്യൂ 100, ബിയുടെ വാല്യൂ 200. ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി അല്ലേ, എ ഗ്രേറ്റർ ദാൻ ബി അല്ലേ. അപ്പം ആക്ച്വലി എന്താ പ്രിൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. എ ഗ്രേറ്റർ ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. എ ഗ്രേറ്റർ ദാൻ ബി അത് എവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളത്. എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞിട്ടാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മിനിറ്റ്. നോട്ട് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയും. എൽസ് ആണെന്നുണ്ടെങ്കിൽ എ ഈസ് ലെസ് ദാൻ ബി എന്ന് പറയും. അപ്പോൾ എ ലെസ് ദാൻ ബി ആയതുകൊണ്ട് ഇവിടെ എന്ത് പ്രിൻ്റ് ചെയ്ത് വരുന്നു, എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് വരും. ആക്ച്വലി എ ജസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന എ ഗ്രേറ്റർ ദാൻ ബിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യുക ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ നെഗേറ്റ് ചെയ്യുക ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലേ, എ ഗ്രേറ്റർ ദാൻ ബി ആയിരുന്നെങ്കിൽ ഇവിടെയല്ലേ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്, ഇവിടെയാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പം ഏതാ പ്രിൻ്റ് ചെയ്യുന്നത്, എ ലെസ് ദാൻ ആകുമ്പോഴാണ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട് ചെയ്ത സമയത്താണ് നോട്ട്, അല്ലെങ്കിൽ ഇവിടെ ട്രൂ, ഇവിടെ ട്രൂ എന്നും ഇവിടെ ഫോൾസ് എന്നും പ്രിൻ്റ് ചെയ്യാണ്. ഇത് ട്രൂ ആകുമ്പോഴല്ലേ ഇത് പ്രിൻ്റ് ചെയ്യേണ്ടത്, ഇത് ഫോൾസ് ആകുമ്പോഴേ പ്രിൻ്റ് ചെയ്യേണ്ടത്. എയുടെ വാല്യൂ 100, ബിയുടെ വാല്യൂ 200. അപ്പം എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന സാധനം എന്തല്ല
എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞ സാധനം ട്രൂ അല്ല അല്ലേ? നോക്കിയത് ട്രൂ എന്ന് പറഞ്ഞിട്ടാണ് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്ത് നോക്കാൻ പറ്റും. എയുടെ വാല്യൂ 200ഉം ബിയുടെ വാല്യൂ 100ഉം കൊടുക്കാം. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അപ്പോൾ ശരിക്കും ട്രൂ ആണ് വരേണ്ടത്. പക്ഷേ നോട്ട് കൊടുത്തുകൊണ്ട് എന്തായിരിക്കും? ഫോൾസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഫോൾസ് എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? ഫോൾസിന് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സോ ദിസ് ഈസ് ദി യൂസേജ് ഓഫ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ if statements. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആക്ച്വലി ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ലാർജസ്റ്റ് വാല്യൂ ഓഫ് 3 കണ്ടുപിടിക്കണമെന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 കണ്ടീഷൻസ് കൊടുക്കാൻ മതി. എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. അതിനാണെങ്കിൽ മാത്രമേ ലാർജസ്റ്റ് ഓഫ് 3 കാണാൻ പറ്റുള്ളൂ അല്ലേ? എ ആയിരിക്കും ഇവിടെ ലാർജസ്റ്റ് വാല്യൂ. ഇവിടെ ബി ഗ്രേറ്റർ ദാൻ എ ആണ്, ബി ഗ്രേറ്റർ ദാൻ സി ആണ്. അപ്പോൾ ലാർജസ്റ്റ് വാല്യൂ എന്തായിരിക്കും? ബി ആയിരിക്കും. അപ്പോൾ ഈ 2 കണ്ടീഷനും ട്രൂ അല്ലാന്നുണ്ടെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ ഏതായിരിക്കും? സി ആയിരിക്കും. അപ്പോൾ നമുക്ക് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ്. ഓക്കെ.